نبدأ بسر الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. قال رسول الله صلى الله عليه وسلم: يا أبا موسى لقد أوتيت مزمارا من مزامير آل داود. صدق رسول الله صلى الله عليه وسلم. الراوي أبو موسى الأشعري رضي الله عنه. الحديث من صحيح البخاري. നമ്മുടെ ഈ സുപ്രധാന പരിപാടി ലക്ഷ്യമാക്കുന്നത് വളരെ ലളിതമായ രൂപത്തിൽ, രസകരമായ രൂപത്തിൽ എങ്ങനെ നമ്മുടെ പിഞ്ചുകിടാങ്ങളെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു എന്നതിൻ്റെ ഒരു ഹ്രസ്വമായ രൂപമാണ്. നമ്മുടെ ഈ പരിപാടിയുടെ പേര് മിസ്മാറുൽ ഖുർആൻ. അതെ, മിസ്മാറുൽ ഖുർആൻ, മധുരരാഗം ഖുർആൻ. നമ്മോടൊപ്പം ഈ പരിപാടിക്ക് സംബന്ധിച്ചിരിക്കുന്നത് മുഹമ്മദ് അമീൻ ബിൻ അക്ബർ. മർഹബൻ. അയാൻ ബിൻ അൻഷാദ്. മർഹബൻ. അഫ്നാൻ ബിൻ മുഹമ്മദ്. മർഹബൻ. അഹ്മദ് ബിൻ സുബൈർ. മാഷാ അല്ലാഹ്. മർഹബൻ. മുഹമ്മദ് ഹനാൻ ബിൻ ഹാരിസ്. മർഹബൻ. മുഹമ്മദ് ഹാഷിർ ബിൻ അസീഫ്. മാഷാ അല്ലാഹ്. എന്നാൽ നമുക്കിവിടെ പ്രാരംഭം കുറിക്കാം. ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇവിടെ ദർശിച്ചു കൊണ്ടിരിക്കുന്നത് സൂറത്തു യാസീനിലെ ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ എന്നുള്ള ആയത്താണ്. ചെറിയ ഒരു ആയത്താണ്. ഇവിടെ ഒരു ചോദ്യവുമായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഞാൻ ഇരിക്കുന്നത്. എന്താണ് ആ ചോദ്യം? ലളിതമായ ചോദ്യമാണ്. ഈ ആയത്തിൽ എത്ര ഷദ്ദുള്ള നൂൻ ഉണ്ട്? എത്ര ഷദ്ദുള്ള നൂനുണ്ട്? ഇത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞു തരുന്നത് അയാൻ ബിൻ അൻഷാദ്. തഫദ്ദൽ. ഉസ്താദേ, ഈ ആയത്തിൽ 2 ഷദ്ദുള്ള നൂനുണ്ട്. അഹ്സൻത്, ബാറക്കല്ലാഹു ഫീക്. എന്താണ് ഷദ്ദുള്ള നൂൻ ഖുർആനിൽ വന്നാൽ ചെയ്യേണ്ടത്? എവിടെ ഷദ്ദുള്ള നൂൻ ഖുർആനിൽ വന്നാലും, ഷദ്ദുള്ള നൂൻ ഖുർആനിൽ എവിടെ വന്നാലും എന്ത് ചെയ്യണം? ഷദ്ദുള്ള നൂനിനെ മണിച്ചോദണം. മണിച്ചോദണം. അഹ്സൻത്, ബാറക്കല്ലാഹു ഫീക്. നാളെ നമുക്ക് നമ്മുടെ അയാൻ ഇതൊന്ന് ഷദ്ദുള്ള നൂൻ മണിച്ചുകൊണ്ട് ഈ ആയത്തൊന്ന് ഓദിച്ച് കേൾപ്പിക്കൂ. ഇൻഷാ അല്ലാഹ്. തഫദ്ദൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. അഹ്സൻത്, ഹസ്ബുക്, ബാറക്കല്ലാഹു ഫീക്. വളരെ നന്നായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. അല്ലാഹു അയാൻ മോന് ബർക്കത്ത് നൽകുമാറാവട്ടെ. ഇവിടെ എങ്കിൽ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് വന്നിട്ടുണ്ട്. ആ സൂറത്തിലെ എല്ലാ ആയത്തിലും ഷദ്ദുള്ള നൂൻ വന്നിട്ടുണ്ട്. ഒരു സൂറത്ത്, ആ സൂറത്തിലെ എല്ലാ ആയത്തിലും ഷദ്ദുള്ള നൂൻ വന്നിട്ടുണ്ട്. ഇതിനും നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്ന് മറുപടി ലഭിക്കണം. ആരാണ് ഇതിന് മറുപടി പറയുക? മുഹമ്മദ് അമീൻ ബിൻ അക്ബർ. ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് ശരിയുത്തരമാണ്, ശരിയാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ആ സൂറത്തിനൊരു പേരുണ്ട്.
സൂറത്തിൻ്റെ പേര് കൂടി കിട്ടിയാൽ ഉഷാറായി, സൂപ്പറായി. ഉസ്താദേ, ആ സൂറത്തിന്റെ പേര് സൂറത്തുന്നാസ്. അഹ്സൻത്, ബാറക്കല്ലാഹു ഫീക്. എന്നാൽ മുഹമ്മദ് അമീൻ ഒന്ന് ആ സൂറത്തൊന്ന് ഓതി കേൾപ്പിച്ചേ. തഫദ്ദൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس الذي يوسوس من الجنة والناس. അഹ്സൻത്, ബാറക്കല്ലാഹു ഫീക്. അപ്പോൾ ശദ്ദുള്ള നൂനുകളൊക്കെ മണിച്ച് തന്നെ പാരായണം ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇവിടെ മറ്റൊരു ആയത്ത് സൂറത്തുൽ ഇൻസാനിലെ 30-ാമത്തെ ആയത്ത്. സൂറത്തുൽ ഇൻസാനിലെ 30-ാമത്തെ ആയത്ത്. ഇവിടെയും ഉസ്താദിൻ്റെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. വലിയ ചോദ്യമൊന്നുമല്ല, എളുപ്പമുള്ള ചോദ്യമാണ്. മക്കൾക്ക് കിട്ടുന്ന മറുപടി ലളിതമായ ചോദ്യമാണ്. ഈ ആയത്തിൽ, ഈ കാണുന്ന ആയത്തിൽ എത്ര ഫറഇയായ പ്രധാനപ്പെട്ട മദ്ദുകളുണ്ട്? എത്ര പ്രധാനപ്പെട്ട മദ്ദുകളുണ്ട്? ഇതിന് നമുക്ക് മറുപടി ആരാ തരിക? നമ്മുടെ അഫ്നാൻ ഇബ്നു മുഹമ്മദ്. തഫദ്ദൽ. ഉസ്താദ്, ഈ ആയത്തിൽ മൂന്ന് മദ്ദുകൾ 2 തരത്തിൽ ഉണ്ട്. ആദ്യം ജമീൽ മദ്ദു മുത്തസിൽ വമാ തശാഊന എന്നുള്ള സ്ഥലത്തും, മദ്ദു മുൻഫസിൽ ഇല്ലാ അൻ എന്നുള്ള സ്ഥലത്തും, വീണ്ടും മദ്ദു മുത്തസിൽ യശാ അല്ലാഹ് എന്നുള്ള സ്ഥലത്തും വരുന്നുണ്ട്. അഹ്സൻത്, ബാറക്കല്ലാഹു ഫീക്. എന്നാൽ ഈ മദ്ദുകളൊക്കെ ഒന്ന് നീട്ടിയിട്ട് അഫ്നാൻ മോന്ന് ഓതി കേൾപ്പിച്ചേ. തഫദ്ദൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ. മാഷാ അല്ലാഹ്, അഹ്സൻത്, ബാറക്കല്ലാഹു ഫീക്. മദ്ദുകളൊക്കെ നീട്ടി തന്നെ പാരായണം ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അവിടെ എല്ലാവരോടും കൂടി ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഓരോരുത്തരോടല്ല ചോദിച്ച്, എല്ലാവരോടും കൂടി ഒരു ചോദ്യമാണ്. പ്രധാനപ്പെട്ട ഫറഇയായ 5 മദ്ദുകൾ ഒരുമിച്ച് കൂട്ടി കുറഞ്ഞ വരികളിൽ നമ്മുടെ മദ്രസ പാഠപുസ്തകത്തിൽ ഒരു പാട്ട് മക്കൾ പഠിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയില്ലേ? കാണാതറിയില്ലേ? ഇൻഷാ അല്ലാഹ്. എന്നാ ഒന്നിച്ചൊന്ന് പാടൂ. മദ്ദുകൾ 5 അഞ്ചും നമ്മൾ പഠിക്കണം. മുത്തസിൽ മുൻഫസിൽ ആരിവലീനും ലാസിം മദ്ദെന്നോർക്കണം. മദ്ദക്ഷരമത് കണ്ടില്ലേ, പിറകെ ഹംസ വരുന്നില്ലേ. മദ്ദക്ഷരവും ഹംസും ഒരു കലിമത്തിൽ മുത്തസിൽ മദ്ദല്ലേ. മാഷാ അല്ലാഹ്, വളരെ ഉഷാറായിട്ടുണ്ട്. എല്ലാവരും കാണാതെ പഠിച്ചിട്ടുണ്ടല്ലേ? ജമീൽ. എന്നാൽ ഇവിടെ ആർക്കോ ഒരു സംശയമുണ്ടോ ഈ ആയത്തിൽ? ഇല്ല, ഇൻഷാ അല്ലാഹ് പറയുന്നു. അഫ്നാൻ തന്നെ. ഉസ്താദേ, അല്ലാഹു എന്ന് പറയുമ്പോൾ നാവ് പല്ലിൽ തട്ടണമോ വേണ്ടയോ? നല്ലൊരു ചോദ്യമാണത്. അല്ലാഹു എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ നാവിൻ്റെ തല മുൻപല്ലിൽ തട്ടണമോ വേണ്ടയോ? എല്ലാവരും ഒന്ന് സ്വന്തം ഒന്ന് ചോദിച്ചു നോക്കൂ. വേണോ വേണ്ടേ? ഇത് കേൾക്കുന്ന ഓരോരുത്തരും സ്വന്തം ഒന്ന് ചോദിച്ചു നോക്കുക. അള്ളാഹു എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം പറയേണ്ട വേർഡല്ലേ അള്ളാഹു. ഇത് പറയുമ്പോൾ നാവിൻ്റെ തല മുൻപല്ലിൽ തട്ടണമോ വേണ്ടയോ? പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മുടെ അഫ്നാൻ ചോദിച്ചത്. നാവിൻ്റെ തല ചില ആളുകൾ മുൻപല്ലിൻ്റെ പുറത്തിട്ട് അള്ളാഹ് എന്ന് പറയും, ചില ആളുകൾ മുൻപല്ലിൻ്റെ ഉള്ളിൽ തട്ടിച്ച് പറയും, ചില ആളുകൾ മുൻപല്ലിൽ തട്ടാതെ ലാം പറയുന്ന സ്ഥലത്ത് വെച്ച് പറയും. ഇതിൽ ശരിയായ ഉച്ചാരണം ലാം പറയുന്ന ഇല്ല പറയുന്ന അതേ സ്ഥലത്ത് വെച്ചാണ് അള്ളാഹു പറയേണ്ടത്. നാവിൻ്റെ തലയുടെ ഒരു മേലെ മുൻപല്ലിൻ്റെ ഊൻ എന്ന് പറഞ്ഞാൽ മുരട്ടേക്ക് ചെല്ലരുത്. പല്ലും ഇറച്ചിയും ചേരുന്ന
മുരട്ടേക്ക് ചെല്ലരുത്, കുറച്ചുകൂടി ഉള്ളിൽ വശത്ത് ഇറച്ചിയുള്ള സ്ഥലത്ത് മാത്രം വെച്ചുകൊണ്ടാണ് അള്ളാഹു പറയേണ്ടത്. ഇതിനും ഉസ്താദ് ചെറിയൊരു പാട്ട് മക്കൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? അല്ല, കാണാറിയില്ല എല്ലാവർക്കും? 4 മക്കളൊന്നും പാടൂ. തഫദ്ദലു. മർഹബൻ. അല്ലാഹു അല്ലാഹു നാവിനെ പല്ലിൽ തട്ടാതെ പറയൂ. അല്ലാഹു അല്ലാഹു നാവിനെ പല്ലിൽ തട്ടാതെ പറയൂ. ഇല്ലല്ലാഹു ഇല്ലല്ലാഹ് രണ്ടും ലാമാണെന്നറിയൂ. ഇല്ലല്ലാഹു ഇല്ലല്ലാഹ് രണ്ടും ലാമാണെന്നറിയൂ. മാഷാ അല്ലാഹ്, വളരെ നന്നായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി നമുക്കൊക്കെ അറിയുന്ന സൂറത്തുൽ ഹുമസയിലെ ചെറിയൊരു ആയത്ത്, 4-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഹുമസയിലെ 4-ാമത്തെ ആയത്ത്. ഇതിലുണ്ട് ഉസ്താദിൻ്റെ ഒരു ചോദ്യം. ആർക്കും പ്രശ്നമില്ലല്ലോ? ഇല്ല, ചെറിയ ചോദ്യമാണ് കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഇവിടെ സാക്കിനായ നൂനിൻ്റെ ശേഷം ബാ വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് എന്താണ് ഹുക്മ്? സാക്കിനായ നൂനിൻ്റെ ശേഷം ബാ വന്നാൽ എന്താണ് ഹുക്മ് എന്നതിന് മറുപടി പറഞ്ഞു തരിക നമ്മുടെ മുഹമ്മദ് ഹാഷിർ. ഉസ്താദേ, അവിടെ ഇഖ്ലാബ് ചെയ്യണം. എന്താണ് ഇഖ്ലാബ്? ഉസ്താദേ, ഇഖ്ലാബ് എന്നാൽ നൂനിനെ മീമാക്കി മാറ്റി മറിച്ച് മണിച്ച് ഓതലാണ്. മാഷാ അല്ലാഹ്, സാക്കിനായ നൂനിനെ മീമാക്കി മാറ്റി മറിച്ച് മണിച്ചു ഓതുക. ഒക്കെ ചെയ്തിട്ട് ഒന്ന് ഓതി നോക്കുവാനും. തഫദ്ദൽ. ഇൻഷാ അല്ലാഹ്. മർഹബൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ലയുൻബദന്ന ഫിൽ ഹുത്വമഹ്. മാഷാ അല്ലാഹ്, അങ്ങനെ ഇഖ്ലാബ് ചെയ്ത് മണിച്ച് സുക്കൂനുള്ള നൂനിനെ സുക്കൂനുള്ള മീമാക്കി മാറ്റി മറിച്ച് തന്നെ ഓതിയിട്ടുണ്ട് അല്ലേ? അവിടെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഹുത്വമഹ് എന്ന അവസാനം അല്ലേ തുറക്കാത്ത താ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ സുക്കൂനുള്ള ഹാ ആയിട്ടാണ് മോന് ഇവിടെ പാരായണം ചെയ്തത് അല്ലേ? അത് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അങ്ങനെ തന്നെ ഓതേണ്ടത്. തുറക്കാത്ത ഹാ, അതിനൊരു പേരുണ്ടല്ലോ മക്കൾ, എന്താ പേര്? തുറക്കാത്ത താ. ഈ തുറക്കാത്ത താ വന്നാൽ അവസാനം സുക്കൂനുള്ള ഹാ ആയിട്ട് ഉച്ചരിക്കണം. നമുക്കതിന്റെ ഒരു സൂറത്തുൽ വാഖിയയുടെ തുടക്കം ഒന്ന് ഓതി നോക്കാം അല്ലേ? കാരണം ആ സൂറത്തിന്റെ അവസാനം കുറെ ഈ അത്താഉൽ മർബൂത്ത വരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅഹ്. ഇദാ വഖഅത്തിൽ വാഖിഅഹ്. ലൈസ ലിവഖഅതിഹാ കാദിബഹ്. ലൈസ ലിവഖഅതിഹാ കാദിബഹ്. ഖാഫിദത്തുർ റാഫിഅഹ്. ഖാഫിദത്തുർ റാഫിഅഹ്. ഖാഫിദത്തുർ റാഫിഅഹ്. ഖാഫിദത്തുർ റാഫിഅഹ്. അങ്ങനെ അത്താഉൽ മർബൂത്തയെ ഹാ ആയിട്ട് തന്നെ ഉച്ചരിച്ച മക്കൾ കേൾപ്പിച്ചു. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇനി നമുക്ക് സുപരിചിതമായ സൂറത്ത് യാസീനിലെ 52-ാമത്തെ ആയത്ത്, സൂറത്ത് യാസീനിലെ 52-ാമത്തെ ആയത്ത്. ജമീൽ. ഇവിടെ മിമ്മർഖദിന എന്നുള്ള ആ പദത്തിന്റെ മേലെ ഒരു കുഞ്ഞ് അല്ലേ, ഒരു 1-ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുഞ്ഞ് സീനുണ്ട് അല്ലേ? ആ സീന് കണ്ട് ആകെ സീനാവാൻ നിൽക്കണ്ട, സിമ്പിളാണ് അതിൻ്റെ കാര്യം. ആ സീൻ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മുടെ അഹ്മദ് ബിഷിർ പറയണം. അഹ്മദ് ബിഷിർ, തഫദ്ദൽ. ഉസ്താദെ, അത് സക്തയുടെ സീനാണ്. എന്താണ് സക്ത? ഉസ്താദെ, സക്ത എന്നാൽ അല്പനേരം ശ്വാസം അടക്കി പിടിച്ച് ബാക്കി ഓതലാണ്. അഹ്സൻത്, ബാറക്കല്ലാഹു ഫീക്. എന്നാൽ ഈ ആയത്തൊന്ന് അഹ്മദ് ബിഷിർ ഓതി കേൾപ്പിച്ചേ. തഫദ്ദൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن. മോനി ഇവിടെ ഓതിയത് വഖഫ് ചെയ്തിട്ടാണ്, ശ്വാസം വിട്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞെന്താണ്? ശ്വാസം അടക്കി പിടിച്ച് ബാക്കി ഓതണം എന്നാണ്. പക്ഷെ ഇവിടെ ശ്വാസം വിട്ടിട്ടുണ്ട് മോന്. അത് തെറ്റായിട്ട് ആരും ഗണിക്കണ്ട. കാരണം അവിടെ ഖില ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നിർത്താം, ശ്വാസം വിട്ട് ബാക്കി ഓതാം. അഥവാ കൂട്ടി ഓതുകയാണെങ്കിൽ മർഖദിന എന്നതും ഹാദ എന്നതും കൂട്ടി ഓതുകയാണെങ്കിൽ സക്ത ചെയ്യണം. അതെങ്ങനെ ഓതണം? അതൊന്ന് ഓതി കേൾപ്പിച്ച. കൂട്ടി ഓതണം, സക്ത ചെയ്യണം. من بعثنا من مرقدنا هذا ما وعد الرحمن
هذا ما وعد الرحمن وصدق المرسلون. മാഷാ അല്ലാഹ്, അഹ്സൻത്, ബാറക്കല്ലാഹു ഫീക്ക്. ഇനി ഖുർആനിൽ വളരെ വിരളമായിട്ട് മാത്രമാണ് ഇങ്ങനെ സക്തയുള്ള സ്ഥലം വന്നിട്ടുള്ളത്. ആകെ 4 സ്ഥലത്താണ് സക്ത വന്നിട്ടുള്ളത്. സക്ത മാത്രമായിട്ട് വന്നിട്ടുള്ളത്. ഇനിയുമുണ്ട് 3 സ്ഥലം. അത് പറഞ്ഞു തരിക ആരാ? നമ്മളെ കൂട്ടത്തിൽ നിന്ന് തന്നെ മുഹമ്മദ് ഹനാൻ. തഫദ്ദൽ മുഹമ്മദ് ഹനാൻ, മർഹബൻ. ഉസ്താദെ, വേറെ 3 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഒന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-ാമത്തെ ആയത്തിന്റെ അവസാനവും 2-ാമത്തെ ആയത്തിന്റെ തുടക്കവും കൂട്ടി ഓതുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിർ. അഹ്സൻത്, ബാറക്കല്ലാഹു ഫീക്ക്. അടുത്തത് സൂറത്തുൽ ഖിയാമ. സൂറത്തുൽ ഖിയാമയിലെ 27-ാമത്തെ ആയത്ത്. വഖീല മൻ റാഖ്. ജമീൽ, അഹ്സൻത്. 3-ാമത്തെ സൂറത്തുൽ മുത്തഫിഫിന്റെ 14-ാമത്തെ ആയത്ത്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. മാഷാ അല്ലാഹ്. ഈ 3 സ്ഥലത്തും സക്ത ചെയ്ത് തന്നെ മോൻ ഓതിയിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ മുഹമ്മദ് ഹനാൻ. അപ്പോൾ അതൊന്ന് ഉസ്താദ് ഒന്ന് ഓദിച്ച് കേൾപ്പിക്കാം. സദസ്യരും കൂടെ ഓതണം, ഉറക്കെ ഓതണം, സക്ത ചെയ്തുകൊണ്ട്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. كلا بل ران على قلوبهم ما كانوا يكسبون. മാഷാ അല്ലാഹ്, എല്ലാവരും സക്ത ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവിടെ അലാ ഖുലൂബിഹിം എന്നുള്ള ആ പദത്തിൽ മലയാളത്തിൽ, നമ്മൾക്ക് മലയാളികളല്ലേ, കുട്ടികളൊക്കെ മലയാളികളല്ലേ, മലയാളത്തിൽ തീരെ ഇല്ലാത്ത 2 അറബി ലെറ്റേഴ്സ് അലാ ഖുലൂബിഹിം എന്ന ആ ഒരൊറ്റ വേർഡിലുണ്ട്. തീരെ മലയാളത്തിൽ ഇല്ലാത്ത 2 ലെറ്റേഴ്സ്, 2 അക്ഷരങ്ങൾ. ഏതാണ് 2 അക്ഷരങ്ങൾ? ഐൻ ഖാഫ്. ഇതിൽ ഐനിന്റെ മഖ്റജ് ഏതാണ്? നാവിന്റെ ഐനിന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യം. ഓക്കെ. ഇതിൽ ഖാഫിന്റെ മഖ്റജോ? നാവിന്റെ മുരടും മേലെ അണ്ണാക്കിന്റെ മാംസള ഭാഗവും. ഇതിനും ഉസ്താദ് ഒരു ചെറിയ പാട്ട് മക്കൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതാണ് ആ പാട്ട്? കാണാതറിയോ? നാ മക്കളൊന്ന് പാടിക്കോളൂ. എന്റെ ഐനിന്റെയും ഖാഫിന്റെയും മഖ്റജിന്റെ പാട്ടാണ് പാടുന്നത് അല്ലേ? പാടിക്കോളൂ. തൊണ്ടയുടക്ഷരമാറാണ് തലേ അറ്റം ഹംസുൻ ഹാ തൊണ്ടാമദ്യം ഐനുൻ ഹാ മേലറ്റം ഗൈൻ ഖാ ആണ്. അസ്സലാത്തു വസ്സലാമു അലാ മൻ അല്ലമനൽ ഖുർആൻ സയ്യിദിനാ മുഹമ്മദിൻ വആലി വസഹ്ബിൽ ഇത്ഖാൻ. നാവിൻ മുരടും മേലണ്ണാക്കിൻ മാംസള ഭാഗം ഖാഫാണ്. നാവിൻ മുരടും മേലണ്ണാക്കിൻ ഉറച്ച ഭാഗം കാഫാണ്. അസ്സലാത്തു വസ്സലാമു അലാ മൻ അല്ലമനൽ ഖുർആൻ സയ്യിദിനാ മുഹമ്മദിൻ വആലി വസഹ്ബിൽ ഇത്ഖാൻ. അസ്സലാത്തു വസ്സലാമു അലാ മൻ അല്ലമനൽ ഖുർആൻ സയ്യിദിനാ മുഹമ്മദിൻ വആലി വസഹ്ബിൽ ഇത്ഖാൻ. അവസാനമായി ഒരു കൂട്ടമായിട്ടുള്ള ഖുർആൻ പാരായണം നൂൻ വൽ ഖലം സൂറത്തിൽ നിന്നും, നൂൻ വൽ ഖലം സൂറത്തിൽ നിന്നും അവസാനമായി കൂട്ടമായി പാരായണം ചെയ്ത് നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹു റബ്ബുൽ ആലമീൻ. എന്നാൽ നമുക്ക് ഒന്നിച്ച് ഓതാല്ലേ ഇൻഷാ അല്ലാഹ്. തഫദ്ദലു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. മാ
أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم صدق الله العظيم لا إله إلا الله لا إله إلا الله محمد رسول الله عليه صلاة الله وإن كتاب الله لأوثاق شفيعي وأغنى غناء وهبا متفضلا جزى الله بالخيرات عنائمة لنا نقال القرآن نعبا وسلسلا لا إله إلا الله لا إله إلا الله محمد رسول الله عليه صلاة الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم